ബോട്ടോക്സും ഡോക്ടറിന്റെ അടുത്ത് പോയാലും നമുക്ക് നാളെ ജോലി ഇല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും എല്ലാം തൂങ്ങിയെടുക്കല്ലേ ഉണ്ടാവുക. അല്ല, മുഖത്തെ ശ്വേതമേനൻ ഫസ്റ്റ് നൈറ്റിനെ പറ്റി സംസാരിക്കും, ശ്വേതമേനൻ അഡൾട്ട് ജോക്ക് പറയും, ശ്വേതമേനൻ നന്നായിട്ട് ഈ പറഞ്ഞ സെക്സിനെ പറ്റിയൊക്കെ നന്നായി സംസാരിക്കും. ഞാൻ എല്ലാവരും കൂടെ സംസാരിക്കാറുണ്ട്, എല്ലാ ആണുങ്ങളുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യാറുണ്ട്. വൈ നോട്ട്? നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ? അങ്ങനെയൊന്നുമില്ല. എല്ലാം സംസാരമല്ല, എല്ലാം ടച്ചല്ല, പക്ഷെ ഫീൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വലിയൊരു ലവ് ഗുരു ആണല്ലോ. ലവ് ഗുരു അല്ല, കുരുവാ ഗുരു. ഇതൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാ പറയുന്നത്. വൺസ് എ സൂപ്പർ മോഡൽ ഇപ്പോഴും കാണാൻ അടിപൊളിയാ. Yeah, better. I always look at myself and say, you're the perfect. ഞാൻ ഇന്ന് വരെ ശരീരം കാണിച്ചിട്ടില്ല എന്ന് ആൾക്കാർ വിചാരിക്കും, അത് ഓർക്കില്ല. ഐ ഓൾവേസ് കെപ്റ്റ് മൈസെൽഫ് കവേർഡ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ റിയൽ ലൈഫിൽ ഞാൻ സ്ലീവ്ലെസ് ഇടാത്ത ആളാണ്. നാളത്തെ പറ്റി പറയാൻ പറ്റില്ല കേട്ടോ, നാളെ ചിലപ്പോൾ ബിക്കിനി ഇടും, പറയാൻ പറ്റില്ല. പക്ഷെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ ഉറപ്പായിട്ട് അടുത്ത ഇറോട്ടിസം ചെയ്യും. വിഷ്ണു ഡയറക്ട് ചെയ്താൽ മാത്രം. അടുത്ത പടം വിഷ്ണു ഡയറക്ഷൻ, ശ്വേതാ മേനൻ, ഇറോട്ടിസം. പക്ഷെ നല്ല ഹീറോ എല്ലാം വേണേ. അത് എന്റെ ഡിമാൻഡാണ്. നമുക്ക് ആരെ പിടിക്കാം? ആരെ പിടിക്കാൻ പോവാണ്? അയ്യേ. How do you sustain this naughtiness? Because I'm naughty. I don't sustain it. I'm born. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് പിറകിൽ തോണ്ടിയൊരു ചെറുപ്പക്കാരനെ കരോട്ട പഠിച്ചതിൻ്റെ ഒരു ഗുണം കൊണ്ട് മാത്രം ആവേശത്തോടു കൂടി ഇടിക്കുകയാണ് ശ്വേതാ മേനോൻ. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഇനി എന്നെ ഇടിക്കരുത്, എൻ്റെ സൈക്കിളിൻ്റെ ചെയിൻ കേടായി പോയതാണ്. പിന്നെയും ഇടിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ സൈക്കിൾ ചെയിൻ ശരിയായോ എന്ന്. ആ ഫെറോഷ്യസായ ശ്വേതാ മേനോൻ ഓർത്തുപോയി ജങ്കാറിന്റെ ട്രെയിലർ കണ്ടപ്പോൾ. ശ്വേതാ മേനോനാണ് ചേരുന്നത്. നമസ്കാരം. ഓ, ഞാനില്ല, പേടിച്ചു പോയി. ഓക്കെ, സുഖം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വളരെ നല്ല വിശേഷം. ആ ശ്വേതാ മേനോൻ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അമ്മയായി കഴിഞ്ഞപ്പോ കുറച്ചൊന്ന് പാവായി. ഇടി കുറച്ചു? അന്നും ഇടിക്കാറുണ്ടായിരുന്നില്ല. സി, ചില സമയത്ത് പ്രതികരിക്കണ്ടേ നമ്മള്? വെറുതെ നമ്മള് എല്ലാം ഒരു വൺ സൈഡഡ് ആവാൻ പാടില്ലല്ലോ. ഹൈവേ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കണ്ടേ? ഇപ്പൊ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് മനസ്സിലായി വെറുതെ എന്തിനാണ് തോണ്ടേണ്ടത്. അതൊരു പ്രശ്നം. അതെല്ലാം സ്കൂൾ സമയത്തുള്ള കഥകളാണ്. അന്ന് സ്കൂൾ, ഐ വാസ് എ സ്കൂൾ സ്റ്റുഡന്റ്. അന്ന് കൊടുത്ത ആ ഫൈറ്റർ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അല്ല ഇപ്പോ എന്ന് മനസ്സിലായി. വീര്യം പോയെന്നാണോ അതോ കരോട്ട മറന്നു? ഏത് രീതിയിലും വീര്യൊന്നും കുറയൂല, അത് കൂടെയല്ലേ ചെയ്യുള്ളൂ പ്രായം കൂടും തോറും, അല്ലേ? വൈൻ പോലെ. വൈൻ, അതെ, വൈൻ പോലെ. വൈനോ നീ സ്കോച്ചോ ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇത് പക്വത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജങ്കാറ് കണ്ടപ്പം അതുപോലെ തന്നെ എനിക്ക് ഇപ്പം നമ്മുടെ കമ്മാര സംഭവം കാണുമ്പോഴൊക്കെ, ഒഴിമുറി കാണുമ്പോഴൊക്കെ സ്വാഗ് തോന്നിയിട്ടുണ്ട്. അതെല്ലാ ആളുകൾക്കും അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. നമ്മൾ പറയുമല്ലോ സ്വാഗ് ഇയാൾക്കില്ല, ഈസിലി സ്വാഗ് വരും. കമ്മാര സംഭവത്തിലൊക്കെ നടന്നു വന്നിട്ടൊരു ഏവിയേറ്റർ ക്ലാസ് എടുത്ത് വെക്കുന്ന സമയത്ത് ഭയങ്കര സ്വാഗാ. ഇതിനെന്താ ചെയ്യുന്നത്? ഉള്ളിൽ സ്വയം വിശ്വസിക്കും ഞാൻ ഭയങ്കര അടിപൊളിയാന്ന്. അതുണ്ട്. അതിന് സ്വാഗ് ഒന്നും വേണ്ട. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണ് ഞാൻ എൻ്റെ ഒരു വിചാരം. അത് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റ് ആവില്ല ആൾക്കാർക്ക് വേണ്ടി, പക്ഷെ എന്നെ സംബന്ധിച്ച് ഐ ആം ദ ബെസ്റ്റ്. ആ ഒരു ഇതുണ്ട്. ഐ ഓൾവേസ് ലുക്ക് അറ്റ് മൈസെൽഫ് ആൻഡ് സേ യു ആർ ദ പെർഫെക്റ്റ്. ഈ ചോയ്സ് പടങ്ങളുടെ സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഞാൻ അവനല്ലേ 2, പരദേശി ഒരു വർഷത്തിലാണ്, ഒരേ സമയത്ത് ആണ് ഷൂട്ട് ചെയ്യുന്നത്. അല്ല, 3 ഷൂട്ട്. ആ സമയത്ത് ഇവിടെ പാലേരി മാണിക്യം, ചെന്നൈ പോയിട്ട് നാനവനിലേന്റെ പാട്ട്, അത് കഴിഞ്ഞിട്ട് ബോംബെ പോയിട്ട് റിയാലിറ്റി ഷോന്റെ ഫിനാലെ. ഒരേ സമയത്ത് ഇവിടെ ഞാൻ ചീരുന്റെ പ്രായമുള്ള ക്യാരക്ടർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തെ ഗ്യാപ്പിൽ ഞാൻ ചെന്നൈ പോയിട്ട് മിനി സ്കേർട്ട് ഇട്ടിട്ട് അത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബോംബെ പോയിട്ട് ഞാൻ മാധുരി ദീക്ഷിത്തിന്റെ ധക് ധക്കിന്റെ സോങ് ചെയ്യുന്നു. അതെ, ചോദിച്ചോട്ടെ, എന്താ ശരിക്കും ഈ ഷോ ബിസിനസ്സിൽ നിൽക്കുക എന്നുള്ളതാണോ അതോ അൾട്ടിമേറ്റ്ലി പണമാണോ? എന്താ മാറ്റർ ചെയ്യാ ശരിക്കും?
ഷോ ബിസിനസ്സിൽ നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഇല്ല. നോട്ട് അറ്റ് ഓൾ. മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിനൊരു കോംപ്രമൈസ് ആയിട്ട് ഒരു വ്യക്തിയല്ല. ഐ ആം നോട്ട് എ നോൺസെൻസ് പേഴ്സൺ. ഞാൻ നോൺസെൻസ് എടുക്കുന്ന ക്വാളിറ്റി എങ്ങനെയാ ഗേജ് ചെയ്യുക? ഇപ്പൊ ജങ്കാറിന് ഒരു ക്വാളിറ്റി ഉണ്ട്, പടത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്, അതെങ്ങനെയാ പോയിട്ട് അളക്കുക? അതിന്റെ പാരാമീറ്റർ എങ്ങനെയാ? അല്ല, നമ്മൾ ഒരു സ്റ്റോറി കേൾക്കും, ആദ്യം 1 ലൈൻ, പിന്നെ കുറച്ചൊരു ഡീറ്റെയിൽ ഓഫ് ആ ക്യാരക്ടർ കേൾക്കും. പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, നമ്മൾ എന്ത് ലൈന് ഇപ്പോഴല്ലേ ഈ ബൗണ്ട് സ്ക്രിപ്റ്റും മറ്റേ ഇങ്ങനെ റീഡിങ് സെഷൻസും അങ്ങനെയൊക്കെ. പണ്ടെല്ലാം നമ്മൾ 1 ലൈനിൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റിൽ പോകുന്നത്. പക്ഷെ അത് നടക്കണമെന്ന് നിർബന്ധമില്ല. ഒരു 1 ലൈൻ വെച്ചിട്ട് ചിലപ്പോൾ സ്റ്റോറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് കുറച്ച് ഒരു 2 സീന് കുറയും, ചിലപ്പോൾ 4 സീന് കൂടും, അങ്ങനെയൊക്കെ നടക്കാറുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ ഈ നമുക്കൊരു ഒരു ഓക്കെ ഈ പാത്തിൽ തന്നെ ഒരു സ്റ്റോറി അല്ലാതെ ഒരു സിനിമ നടക്കണം എന്നുള്ള ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ് വരാൻ തുടങ്ങി. സ്പെഷ്യലി OTT വെബ് സീരീസ് വന്നു കഴിഞ്ഞപ്പോഴാണ് സിനിമേൻ്റെ ഒരു ഔട്ട്ലുക്ക് മാറിയത്. 10-12 വർഷമായിട്ടാണ് ഈ ഒരു ഔട്ട്ലുക്ക് ഓഫ് എവറിത്തിങ്. അല്ലാതെ സെറ്റിലാണ് സീൻസ് എഴുതാറുണ്ടായിരുന്നത്. നാളെ ഏത് സീനാണ് തീരുമാനിക്കുന്നത് തന്നെ രാവിലെ വന്നിട്ടാണ്. ഇത് കുറച്ച് ആൾക്കാരാണ് ഭയങ്കര ഹോംവർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ നടത്താറുണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ മറ്റേതും കണ്ടിട്ടുണ്ട്, വിച്ച് ഐ എൻജോയ്ഡ് ഇറ്റ്, ബിക്കോസ് വേറെ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇറ്റ്സ് മച്ച് ബെറ്റർ, ബിക്കോസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ക്യാരക്ടറിനെ പറ്റി ഒരേ സമയത്ത് 10 സിനിമകൾ നടക്കുന്നില്ല. അന്ന് നമ്മൾ ഓരോരോ സെറ്റിൽ നിന്ന് വേറെ സെറ്റ് പോവുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു 2010 എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു വർഷത്തിൽ 13 പടം ചെയ്തു. അപ്പോൾ അത് നടന്നു എന്ന് സത്യം പറഞ്ഞാൽ ന്യൂസിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ 13 പടം ചെയ്തു എന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുമോ അറിയില്ല. പിന്നെ ഇന്ന് 13 സിനിമകൾ, ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റും കൂടിയിട്ടുണ്ട്, നമ്മുടെ ഡേയ്സ് കൂടിയിട്ടുണ്ട്. അന്നെല്ലാം ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ മാക്സിമം ഒരു 20 days ആണ് മാക്സിമം. 30 ദിവസം എല്ലാം ടു മച്ച് ആയിപ്പോയി. ആക്ടേഴ്സിന്റെ അവൈലബിലിറ്റി കൂടിയിട്ടുണ്ട്. അതന്നെ എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിവിടെ ഫ്രീ സർവീസിനല്ല ഇവിടെ വന്നത്. വെരി സിമ്പിൾ. നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഇത് വിറ്റിട്ട് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ വഴി എത്ര കിട്ടും, അത് റവന്യൂ ആണ് എല്ലാവരുടെയും ഒരു ഘട്ടം. സോ എൻഡ് ഓഫ് ദ ഡേ ബാലൻസ് ഷീറ്റ് ഹാസ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ ഒരു ഇന്റർവ്യൂ സെഷൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം തോന്നി. ശ്വേതാ മേനോൻ എന്നുള്ള പേര് സെർച്ചിൽ വരുന്നത് ഈ 94 കാലഘട്ടത്തിലാണ്. പാൻ ഇന്ത്യൻ ബേസിസ്. അന്ന് പാൻ ഇന്ത്യൻ എന്നുള്ള വാക്കില്ല, എന്നാലും പാൻ ഇന്ത്യൻ ബേസിസ്. അന്നത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിലും ഇന്നത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ആൻഡ് അന്നത്തെ ഇപ്പോൾ മല്ലിക ഷറഫത്തിന്റെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. അന്നത്തെ ബ്യൂട്ടിയിൽ ഈ ബോട്ടോക്സ് ഇൻവോൾവ് അല്ല, അന്നത്തെ ഈ കോസ്മെറ്റിക് വിഭാഗം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. പക്ഷെ ഇന്ന് എല്ലാവരും കാണാൻ പ്ലാസ്റ്റിക് സർജറി ഉള്ള കാരണം കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഒരേപോലെയാണ്. ആൻഡ് അന്ന് ഇല്ലാത്തൊരു കാര്യം ഈ ബോഡി പോസിറ്റിവിറ്റി കൊണ്ട് കുറെ വന്നു. കാരണം എല്ലാവർക്കും മോഡലാവും, അത് നല്ലതാ. പക്ഷെ എവിടെയൊക്കെ ഈ മോഡൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. എന്താ ശ്വേതാ മേനോൻ വൺസ് എ സൂപ്പർ മോഡൽ, ഇപ്പോഴും കാണാൻ അടിപൊളിയാ, ബിക്കോസ് ഞാൻ ഇന്നലെ എന്തായിരുന്നു എന്ന് വിചാരിച്ച് ഇന്ന് നിന്നാൽ നാളെ എന്റെ കൊളാവും. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹായ് ഐ എം ശ്വേതാ മേനോൻ, ഐ എം 1994 മിസ് ഇന്ത്യ റണ്ണറപ്പ് എന്ന് പറഞ്ഞിട്ടല്ല, യുനോ ഐ എം ശ്വേതാ മേനോൻ. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. ബാക്കിയെല്ലാം അംഗീകാരം 24 മണിക്കൂറിന്റെ ഒരു ഇതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ഈ ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇന്റർവ്യൂ വെച്ചിട്ടോ ശ്വേതാ മേനോൻ എനിക്ക് ഇന്റർവ്യൂ അല്ല, നാളെ വരെ നിങ്ങൾ ചിലപ്പോൾ 4 ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. സോ ഇറ്റ്സ് ലൈക്ക് എവറി മൊമെന്റ് ഹാസ് ടു ചേഞ്ച്. ആൻഡ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഫില്ലേഴ്സ് ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടില്ല. ദാറ്റ് ഈസ് വൈ. ഇന്നും വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ മുഖത്തും തേക്കാറുണ്ട്, തലയിലും തേക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈവൻ ഇൻ മൈ 20s ഞാൻ അങ്ങനെ ഒരു ഓവർ എക്സ്പെൻസീവായ ഒരു ലൈഫ് സ്റ്റൈലല്ല ജീവിച്ചത്. പൈസ ഉണ്ടെങ്കിലും ഐ ജസ്റ്റ് അണ്ടർസ്റ്റുഡ്, ബിക്കോസ് എൻ്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു വാട്ട് യു ഡു ടുഡേ യു ഷുഡ് ഡു ഇറ്റ് അറ്റ് ദി ഏജ് ഓഫ് 80. അപ്പോഴേ അതിനൊരു ഗുണം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്ത് പിന്നെ 80 പോയിട്ട് നമ്മൾ ഇതൊക്കെ ബോട്ടോക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ ദിവസവും എല്ലാ ആഴ്ച അല്ലാതെ ഒരു മാസം കഴിഞ്ഞ് അത് ചെയ്യണം. അപ്പൊ അതിന് എനിക്ക് സമയമില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് പേഷ്യൻസും ഇല്ല. ഇപ്പൊ
പേരുകൾ എടുക്കാതെ പറഞ്ഞാൽ തന്നെ കുറെ ആക്ട്രസസിനൊക്കെ കാണാൻ ഏറെക്കുറെ പോരെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ചൈനീസ് പോലെയാ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി. നമുക്കതിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓൺ നെഗറ്റീവ് ബയാസ് എടുത്ത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വാട്സ്ആപ്പ് നമ്പർ എടുത്തോളൂ, നമുക്ക് ബിക്കോസ് ഓഫ് ബോഡി പോസിറ്റിവിറ്റി. ബോഡി പോസിറ്റിവിറ്റി നമുക്ക് പറയാം. ഷേമിംഗ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കേ. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ശരിക്കും അപ്പൊ ട്രൂ ബ്യൂട്ടി ഉണ്ടായിരുന്നത് ആ ടൈമിൽ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഇന്നും ശോഭന ചേച്ചീൻ്റെ ഒരു ബ്യൂട്ടി, ഇന്നും സുഹാസിനി ചേച്ചീൻ്റെ, ഗീത ചേച്ചീൻ്റെ, ശ്രീവിദ്യ അമ്മയുടെ, പിന്നെ എന്താ പഴയ ശീലമ്മ, അല്ല ഞാൻ പറയും ഇപ്പൊ എല്ലാ ആൾക്കാരുടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ കണ്ടാൽ അവരൊരു പേഴ്സണാലിറ്റി ഉണ്ട്, മനസ്സിലായോ? ആ ഏജിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ആദ്യം അവർ നോക്കുമ്പോ ഇത് ചെയ്യുക. സോ ദാറ്റ്സ് എ ബിഗ് തിങ്. പിന്നെ ഓഫ് കോഴ്സ് ഓരോരോ ആൾക്കാർ, നമ്മളിപ്പോ ഇവരെല്ലാരും ഒരുമിച്ച് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ അവരെല്ലാരും സൂം ചെയ്ത് നോക്കും, അല്ലാതെ നമ്മൾ ഒരു ഫോട്ടോ ആയിട്ടാണ് നോക്കുക. ബിക്കോസ് എല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സിങ്, ഒരു ടൈപ്പാണ്, ഒരേ ടൈപ്പ് എല്ലാം, മേക്കപ്പ്, ഹെയർ എല്ലാം ഒരേ ടൈപ്പായി പോയി. ബിക്കോസ് നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ കയ്യിലാണ്. ക്യാമറയിൽ മുന്നിൽ എന്താ വരുന്നത് പ്രേക്ഷകർക്ക് അറിയില്ല. അവരിത് കണ്ടിട്ട് മാത്രമേ പറയുള്ളൂ, ഓ വാവ് എന്ത് സുന്ദരം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള നമുക്കൊരു നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ, നല്ല ഉറക്കമുണ്ടെങ്കിൽ, നല്ല വെള്ളം, നല്ല ഭക്ഷണം സമയത്തുണ്ടെങ്കിൽ മാത്രമേ ആ വാവ് ഫാക്ടർ കിട്ടുള്ളൂ. ഈ ബോട്ടോക്സും ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് നാളെ ജോലി ഇല്ലെങ്കിൽ ഒന്ന് ആഴ്ച എല്ലാം തൂങ്ങിയെടുക്കല്ലേ ഉണ്ടാവുക. അതിന് എനിക്ക് സമയമില്ല. മുഖത്തെ കാര്യം മനസ്സിലായി. ഇത് എപ്പോഴും പബ്ലിക്കായിട്ടൊക്കെ ഞങ്ങൾക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്വേതമേനൻ ഫസ്റ്റ് നൈറ്റിനെ പറ്റി സംസാരിക്കും, ശ്വേതമേനൻ അഡൾട്ട് ജോക്ക് പറയും, ശ്വേതമേനൻ നന്നായിട്ട് ഈ പറഞ്ഞ സെക്സിനെ പറ്റിയൊക്കെ നന്നായി സംസാരിക്കും. പക്ഷെ ഇപ്പോഴും എടുത്തു നോക്കിയാൽ ശ്വേതമേനന്റെ കൂടെ വന്ന കണ്ടംപററീസോ ആരും ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. ഇത് അത് പറയാനത് അതെങ്ങനെയാ ധൈര്യം വന്നത്? അതോ അത് നാച്ചുറലി അങ്ങനെ വരുന്ന? നാച്ചുറലി ഞാൻ പറയാറുണ്ട്, ഞാൻ എല്ലാവരും കൂടെ സംസാരിക്കാറുണ്ട്, എല്ലാ ആണുങ്ങളുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യാറുണ്ട്. വൈ നോട്ട്? എന്തത് നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. അത്രയൊന്നും ഇല്ല. നമ്മളൊരു സാധാരണ ഒരു നല്ല പെൺകുട്ടി, നല്ല സുന്ദരി പെൺകുട്ടീനെ കാണുമ്പോൾ ആണുങ്ങൾ മാത്രമല്ല ആസ്വദിക്കുന്നത്, പെണ്ണുങ്ങളും ആസ്വദിക്കുന്നുണ്ട്. നല്ല ഗുഡ് ലുക്കിംഗ് മാനിനെ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളും ആണുങ്ങളും നല്ല നല്ല ഷർട്ട്, ഏത് രീതിയിൽ നിങ്ങൾ നോക്കുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. യുനോ, അപ്പോൾ അത് ആസ്വദിക്കണം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് രണ്ട് വലിയ ഉണ്ട കണ്ണ് തന്നത്. അത് എൻ്റെ അച്ഛൻ വഴിയാണ് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ നല്ല വായ നോക്കിയായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് വായ നോക്കൽ. My father was a very gentleman. He used to enjoy. He said, "Why no? You should flirt." Romance എന്ന് പറഞ്ഞാൽ എല്ലാം ഫിസിക്കൽ ടച്ച് അല്ല. എന്തിനാ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം കോംപ്ലിക്കേറ്റ് ആക്കുന്നത്? അതിനൊരു എറ്റിക്യൂറ്റി ഒക്കെ പറഞ്ഞു തരുമായിരുന്നു അച്ഛൻ. പിന്നെ വൈ നോട്ട്? ഞാൻ ഒറ്റ മോളാണ്. അച്ഛൻ വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് യുനോ, ഞാൻ പുറം ലോകം പോകുമ്പോൾ ഞാൻ മണ്ടിയായിട്ടല്ല വളരേണ്ടത്. അച്ഛൻ വാസ് വെരി ദിസ് തിങ്. അച്ഛൻ എനിക്ക് എല്ലാം എനിക്ക് എന്താ പറയുക, ഹൗ ടു സർവൈവ് അലോൺ, ഹൗ ടു ഫൈറ്റ്, ഹൗ ടു ഏതെങ്കിലും അറ്റാക്ക് ആയാൽ എങ്ങനെ ഇത് ചെയ്യണം, സെൽഫ് ഡിഫെൻസ്, ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലായിരുന്നു ഞാൻ വളർന്നത്. എയർഫോഴ്സ്, അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. സോ ഫോർ മീ ഇറ്റ് വാസ് എ വെരി നോർമൽ തിങ്. Okay, how to approach man അങ്ങനെ ഉണ്ടായിരുന്നു, സംസാരിക്കായിരുന്നു നിങ്ങൾ? Why not? It's a normal thing. അത് എൻ്റെ അച്ഛൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെയാണ്. എൻ്റെ അച്ഛൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടുന്ന് കുറേ ജേർണലിസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന് മുമ്പേ ഈ കെട്ടിപ്പിടുത്തം എല്ലാം ശ്വേതാമേനൻ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെ. തറവാട്ടിൽ ഈ ഫംഗ്ഷന് വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിമ്മിപ്പി ചെയ്യുന്നു എല്ലാം കണ്ടപ്പോൾ ഇത് ഫാമിലി പ്രോബ്ലം ആണ് എന്നാണ് അവർക്ക് മനസ്സിലായത്. നമുക്ക് സ്നേഹം തോന്നുമ്പോൾ വിഷ്ണു,
യു ഷുഡ് അപ്പോൾ പറയണം ഐ ലവ് യു ഡസൻറ്റ് മീൻ ഓൺലി വൺ മീനിങ്. യെസ്. നമ്മൾ അമ്മ കുഞ്ഞിനോട് പറയാണ്ട്, അമ്മ അച്ഛനോട് പറയാണ്ട്, ഞാൻ എൻ്റെ അച്ഛനമ്മോട് പറയാണ്ട്, എൻ്റെ ഹസ്ബൻഡിനോട് പറയാണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോട് പറയാണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എൻ ഇമോഷൻ. പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് തിങ്. എല്ലാം ഫിസിക്കൽ അല്ല. സെക്സ് ഡസ് നോട്ട് മീൻ ഓൺലി ഫിസിക്കൽ. സെക്സ് ഇസ് ഓൾസോ ക്യാൻ ബി മൈൻഡ് വൈസ് ഓൾസോ, യുനോ. സോ അത് സെക്സ് ഇസ് നോട്ട്, അത് സെക്ഷുവൽ കോൺവെർസേഷൻ നെഗറ്റീവ് എന്തിനാണ്? ഞാൻ എൻ്റെ മോളെ ഇപ്പം മെല്ലെ മെല്ലെ ഐ എം തിങ്കിങ് ഓഫ് ഹൗ ടു സ്റ്റാർട്ട്. 12 വയസ്സായി. യെസ്, 12 വയസ്സായില്ലേ അവള്. ഷീസ് ഗോയിങ് ടു ഗെറ്റ് ഇൻടു 13. ടീനേജ്. പിന്നെ അതിൻ്റെ മുമ്പേ ഷീ ഷുഡ് നോ. അവൾ ഓൾറെഡി അവളുടെ ഫ്രണ്ട്സിൻ്റെ, ഇപ്പോൾ അവരെല്ലാം യൂട്യൂബ് എല്ലാം കാണുന്ന ആൾക്കാരല്ലേ. സോ അവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. പക്ഷേ ആസ് എ പേരൻറ്റ് അത് എൻ്റെ ഡ്യൂട്ടിയാണ് ടു എഡ്യൂക്കേറ്റ് ഹർ. ആൻഡ് വിത്ത് അവളുടെ അച്ഛനും ഞാനും ശ്രീയും ഇരുന്നിട്ട് അവളെ എങ്ങനെ നമുക്ക് അവളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ശ്വേതമേനോനെ പറ്റി ഓർക്കുമ്പോൾ എനിക്കൊരു ഡയലോഗ് ഓർമ്മ വരും. ഈ ലവും ലസ്റ്റും ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്വേതമേനോനാണ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ശ്രീ മോഹൻലാലിനോടാണ്. ഡാൻസർ മീനാക്ഷി പറയുകയാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ 10-55 കിലോ മാംസകഷ്ണം മാത്രമല്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് ചന്ദ്രമൗലിക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത്. ട്രൂ ട്രൂ. അതാണ് ഭയങ്കര കൂളായിട്ട് അത് പറയുന്നത്. ഒബ്വിയസ്ലി, ബിക്കോസ് ചന്ദ്രമൗലിക്ക് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ കുറേ ആണുങ്ങൾക്ക് അത് ഉണ്ടാവും. പക്ഷെ അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാറുണ്ടായിരുന്നു ദാറ്റ് നമ്മളൊരു റൂമിൽ ഇങ്ങനെ ഇരുന്ന് 2 കോഫി കുടിക്കുമ്പോൾ ചിലപ്പോൾ കുറേ മണിക്കൂറുകൾ സംസാരിക്കില്ല. യുനോ, ചിലപ്പോൾ രണ്ടാളുടെ ഒരു ആലോചനയിൽ പോവും. പക്ഷെ അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കാൻ പറ്റുമോ? സൈലൻസ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഉണ്ട് പക്ഷെ ആൾ ഇല്ലാത്ത പോലെ ഫീൽ വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് റൊമാൻസ്. യുനോ, എല്ലാം സംസാരമല്ല, എല്ലാം ടച്ചല്ല, പക്ഷെ ഫീൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വലിയൊരു ലവ് ഗുരു ആണല്ലോ. ലവ് ഗുരു അല്ല, കുരുവാ. ഗുരു ഇതൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാ പറയുന്നത്. ഓക്കെ, ലവ് ഗുരുവിന്റെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ലവ് ഗുരു അങ്ങനെ ഒരു പുതിയ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു പയ്യൻ ദീപാവലി വിഷ എന്നും പറഞ്ഞിട്ട് ഒരു ലവ് ലെറ്റർ കൊണ്ടുവന്നില്ലേ? ആ പയ്യനെ പിന്നെ എപ്പോഴെങ്കിലും തേടി കണ്ടുപിടിച്ചിട്ടുണ്ട്? എന്തിന്? ആരെങ്കിലും പുറകോട്ട് നോക്കുവോ? ഇല്ല. ആളെ എവിടെയും പോയിട്ടുണ്ടാവും. ഞാൻ വേറെ ആൾക്കാർ ആരെങ്കിലും എന്ത് തരുമോ? നെവർ ലുക്ക് ബാക്ക്. അത് മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. ഐ ഡോണ്ട് ലുക്ക് ബാക്ക് ഇൻ ലൈഫ്. ഇപ്പോഴും അപ്പോൾ ശ്വേതമേനോനോട് ജെന്യുവിൻലി പ്രണയമുള്ള ആളുകൾ വന്ന് അപ്രോച്ച് ചെയ്താൽ ശ്വേതമേനോൻ എന്ത് ചെയ്യും? ഐ ലവ് ദം ബാക്ക്. വൈ നോട്ട്? എന്തുകൊണ്ട്? എനിക്ക് 100 അല്ല 1000 അല്ല, എനിക്ക് കോടി ആൾക്കാരെ സ്നേഹിക്കുക. എൻ്റെ എക്സ്റ്റെൻഡഡ് സോഷ്യൽ മീഡിയ ഫാമിലി അവരെല്ലാവരും ഞാൻ സ്നേഹിക്കുന്നത്. ഐ ഓൺലി നോ, ഒറ്റ കുട്ടിയല്ലേ, എനിക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ. സമയമില്ല എനിക്ക് ടു തിങ്ക് നെഗറ്റീവ് സംസാരിക്കില്ല, അല്ല കുശുമ്പ് പറയില്ല, പ്രണയം പറയില്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അങ്ങനെയൊന്നുമല്ല. പക്ഷേ വെൻ ഐ ഹാവ് ടു ഒരാൾ മുമ്പിലുണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പറയാൻ ഒരു മടിയില്ല. പക്ഷെ സ്നേഹം വരണം. അഭിനയിക്കാൻ പറ്റില്ല. അതിന് വേറെ, അതിന് ക്യാമറയും വേറെ, ഡയറക്ടർ ആക്ഷൻ ആൻഡ് കട്ട് എന്ന് പറയണം, അത് വേറെ. ഞാൻ പുഷ്കരനൊരു ഇൻ്റർവ്യൂ പറഞ്ഞു, സ്വന്തം ശരീരത്തിൻ്റെ ഷാള് മാറി ക്ലീവേജ് ഇത്തിരി കണ്ടാൽ ഷോക്ക് റിയാക്ഷൻ കൊടുക്കാത്ത ഒരു നടിയെ ഞാൻ ആദ്യമായി കാണുന്നത് ശ്വേതാ മേനോനാണെന്ന്. കേട്ടിട്ടുണ്ടോ ആ സ്റ്റേറ്റ്മെന്റ്? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സിന്റെ സമയത്ത് ഒരു ഇന്റർവ്യൂ ഇല്ല. ആൻഡ് ഞാനതപ്പോൾ ആലോചിച്ചു, ആ സമയത്ത് മീൻസ് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവുക സോൾട്ട് മെമ്പറിന്റെ സമയത്ത് ഭയങ്കര നോർമലായിരുന്നു, ഭയങ്കര കാഷ്വൽ ആയിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈവൻ ഇപ്പം നമ്മൾ ശ്വേതമേനോൻ ചൂസ് ചെയ്യുന്ന ഡ്രസ്സുകളായാലും സ്ക്രിപ്റ്റുകളായാലും ഞാൻ ഇന്ന് വരെ ശരീരം കാണിച്ചിട്ടില്ല എന്ന് ആൾക്കാർ വിചാരിക്കും, അത് ഓർക്കില്ല. ഐ ഹവ് ഓൾവേസ് കെപ്റ്റ് മൈസെൽഫ് കവേർഡ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും മാത്രമേ ചെയ്തിട്ടുള്ളൂ, കോൺഷ്യസ്നെസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ഞാൻ റിയൽ ലൈഫിൽ ഞാൻ സ്ലീവ്ലെസ് ഇടാത്ത ആളാ. ഇട്ടിട്ടില്ല എന്നല്ല പറയുന്നത്, മനസ്സിലായി. ഇപ്പൊ ഇടില്ല, നാളത്തെ പറ്റി പറയാൻ പറ്റില്ല കേട്ടോ. നാളെ ചിലപ്പോൾ ബിക്കിനി ഇടും, പറയാൻ പറ്റില്ല. ഇന്ന് ഞാൻ സ്ലീവ്ലെസ് ഇടില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സിനിമയിൽ പോയി, പക്ഷേ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. ഓക്കെ, എൻ്റെ ക്യാരക്ടർ ശ്വേതാ മേനോൻ അല്ല. ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ശ്വേതാ മേനോൻ ഇല്ല, അത് ഡയറക്ടറിൻ്റെ വിഷനാണ്.
അതിന് ഞാൻ എന്ത് എനിക്ക് കിട്ടുന്നു അത് ആ രീതിയിൽ ആ ക്യാരക്ടറിനെ കാണുമ്പോൾ ആ പേര് വിളിക്കണം, ശ്വേത മേനോൻ. ആ സമയത്ത് ഇപ്പം അങ്ങനെ ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് ഇന്ന് കുട്ടികളൊക്കെ അവരുടെ ബോഡിയെ സെലിബ്രേറ്റ് ചെയ്യാണ്, പെൺകുട്ടികളൊക്കെ. അതിന് അത് ഭയങ്കര നോർമലായി പോയി ഇപ്പോൾ ഈ സമയത്ത്, പോസ്റ്റ് കോവിഡ് പ്രത്യേകിച്ച്. കേരളത്തിലൊന്നും അങ്ങനെ നോക്കാനൊന്നും ആരുമില്ല, അല്ലെങ്കിൽ നമുക്കൊരു മോഡലായിട്ടൊന്നും ആരും. ഞാൻ ബോളിവുഡിന്റെ കാര്യമല്ല പറഞ്ഞാൽ, കേരളം മാത്രം വെച്ചാൽ പറഞ്ഞത്, കേരളം എന്ന ഡയസ്പോറ മാത്രം. ആളുകൾ എന്തായാലും ജഡ്ജ് ചെയ്യില്ലേ, ആളുകൾ സംസാരിക്കില്ലേ, ആളുകൾ ചോദിക്കില്ലേ എന്തിനാ ഇത് എന്ന് ചോദിക്കില്ലേ? എന്താ അവരോട് ഉത്തരം പറയാതിരിക്കലായിരുന്നു നമ്മോട്? പിന്നെ അത്രയല്ലേ നല്ലത്. അവരെന്ത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ നമ്മുടെ വിരൽ ഇങ്ങോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സമയമാണ്. അവർക്ക് വേണമെങ്കിൽ രതി നിർവേദം കാണാം, അവർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കാണാം. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാം കൈതുമ്പത്തിലാണ്. അപ്പം ഞാൻ അതിനൊന്നും സത്യം പറയാണ്, അതൊന്നും ഇരുന്ന് ആലോചിക്കാനുള്ള സമയമില്ല. ഇതിനെപ്പറ്റി ഒന്നും ബോധേടല്ല. അപ്പോൾ എത്ര കാര്യങ്ങളുണ്ട് നോക്കാൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ സമയത്തും എന്ത് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ ഞാൻ പറയണത് ഗോ എഫ് എന്ന് പറയുന്ന ആളാണ് ഞാൻ. പിന്നെ അല്ലേ എന്ത് ഫോറിൻ ലാംഗ്വേജ് മനസ്സിൽ പെട്ടെന്ന് വരിക? ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ? അങ്ങനെയൊന്നുമില്ല, അത് ആ സമയത്ത് എൻ്റെ ഒരു മിക്സാ വരിക. അവിയൽ വരണം, നമ്മുടെ മലയാളി അവിയൽ. How do you sustain this naughtiness? Because I'm naughty. I don't sustain it. I'm born. എനിക്ക് തോന്നുന്നു വിഷ്ണു എന്തൊക്കെയോ പഠിച്ചു വന്നു, ഇപ്പൊ എന്തോ മറന്നുപോയി. മറന്നുപോയിട്ടൊന്നുമില്ല, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെയാണെന്നോ? അല്ല, ഇത് ഇത്രയും പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ പ്രിന്റ് ഔട്ട് എടുക്കുന്ന പോലെ ഉണ്ട്, പടപടാ പടപടാ. ബ്രാൻഡ് എൻഡോസ് ഒക്കെ ചെയ്യുമ്പോഴേ, പ്രത്യേകിച്ച് മിസ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ആള് അന്ന് ഭയങ്കര പ്രതീക്ഷ ആളുകൾക്ക് അവരില്. ആ സമയത്താണോ ചെയ്തെന്നറിയില്ല, കാമസൂത്രയുടെ ആടൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെയാണ്, അതൊക്കെ കഴിഞ്ഞു 1997. യെസ്, ഫൈൻ. ഇപ്പൊ ഒരു ഇന്റർവ്യൂല് ചോദിക്കുകയാണ് എന്താണ് ആ ആഡിനെ പറ്റി ചോദിക്കുന്നത്, വിചാരിക്കുന്നത് മനസ്സിലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴും ചെയ്യാൻ തന്നെ. അല്ല, അന്ന് എനിക്ക് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടൊരു ഉത്തരം പറയുന്നത് ഞാൻ കേട്ടത്. ഇത് ഇന്റലിജന്റ് അല്ലേ? ഇത് ഇന്റലിജന്റ് ആണ്. ഞാൻ പറയാൻ പോകുന്നത് ഇനിയും ഇന്റലിജന്റ് ആണ്. ഞാൻ ചെയ്യുന്നത് ഒരു സോഷ്യൽ സർവീസ് ആണ്. കാരണം എല്ലാവരും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സേഫായി ചെയ്യാൻ നോക്കുക. കറക്റ്റാ. അതെന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തതാണ്. ഒരു ജേർണലിസ്റ്റ് വീട്ടിൽ കയറിയിട്ട് മൂപ്പരെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ നമ്മൾ മലയാളികൾ അങ്ങനെ പറഞ്ഞ അച്ഛൻ പറഞ്ഞു എന്താണ് നിങ്ങളുടെ മകൾ ഒരു കോണ്ടത്തിന്റെ ആഡിൽ ഫീച്ചർ ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ട് കയറിയപ്പോൾ അച്ഛൻ പറഞ്ഞു എന്താ അവളുടെ ജോലി ചെയ്യല്ലേ, അവൾ എന്തെങ്കിലും ഇതുണ്ടോ, പിന്നെ സേഫ് സെക്സ് അല്ലേ പറയണത്, സോ ഹാവ് സേഫ് സെക്സ്. അന്ന് നിരോധം നടക്കുന്ന സമയമാണ്. ഫുൾ ഗവൺമെന്റ് വരെ നിരോധ് എല്ലാത്തിലും ആഡ് ഉണ്ടായിരുന്നു, നിരോധ് തിയേറ്റർ അത് ഇത്. അത് കഴിഞ്ഞ് 1997 ഞാൻ കാമസൂത്ര ആഡ് ചെയ്യുന്നത്. എപ്പോഴും ആലോചിക്കണം, എൻ്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചപ്പോൾ വിൽ യു ഡു ദിസ് അഗൈൻ, വൈ നോട്ട്? ഐ ഡോണ്ട് റിഗ്രറ്റ് മൈ മിസ്റ്റേക്ക്. ഇത് ഒരു ക്രിയേറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് വരുന്ന അതോ? അത്രേ ഉള്ളൂ, ഫുൾ സ്റ്റോപ്പ്, കോമയല്ല. ഇറ്റ്സ് മൈ ജോബ് വിഷ്ണു. ആസ് എ ജോബ് ഐ വിൽ ഡു എനിത്തിങ് ഫോർ മൈ ജോബ്. എനിക്കൊരു ക്യാരക്ടർ നിങ്ങൾ പറയുന്നു, ഈ ക്യാരക്ടറിന് ഇങ്ങനെയാണ് വേഷം, അല്ലാതെ ഇങ്ങനെയാണ് ആ ഒരു സ്ത്രീ, അല്ലാതെ ഇത്. ഇപ്പൊ ഞാൻ ഒരു ആൺ വേഷത്തിൽ ഒരു ഫുൾ പടം ചെയ്തില്ലേ, അപ്പോൾ അത് ചെയ്ത സമയത്ത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ഡയറക്ടർ വന്നിട്ട് പറയുന്നു ഐ വോണ്ട് യു ടു ആക്ട് ലൈക്ക് എ മാൻ ഇൻ ദ ഹോൾ ഫിലിം. വൈ നോട്ട്? നമ്മൾ ഒരാളുടെ ക്രിയേറ്റീവ് വിഷനെ നമുക്ക് ധിക്കരിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, ക്രിയേറ്റീവ് ഇന്റലിജൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട്, യു ഫീച്ചേർഡ് ഇൻ എ കപ്പിൾ ഓഫ് ഇറോട്ടിക് ഫിലിംസ്. അല്ലെങ്കിൽ അതിനകത്ത് ഇറോട്ടിസം ഉണ്ട്, കയത്തില് ആ സീക്വൻസിൽ ഇറോട്ടിക് ഉണ്ട്, അല്ലെങ്കിൽ രതിനിർവേദത്തിലുണ്ട്. അതല്ല പടം. ഇത് വർക്കാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെ ഇറോട്ടിക് ആയിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്കും ആ ബോധ്യം ഉണ്ടാവണല്ലോ. ഇതിനെന്താ ശ്വേതവന അന്ന് ചെയ്തിരുന്നു? ഡയറക്ടർ പറഞ്ഞ കാര്യം കേൾക്കുക, അത്രേ ഉള്ളൂ. അല്ല, അന്ന് ഇറോട്ടിക്ക വായിക്കലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇറോട്ടിക്ക വായിക്കേ? എന്തിനു വായിക്കണം? ഒരു ഇമാജിനേഷന് വേണ്ടി. പിന്നെ ഈ 100 ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഇരുന്ന് വായിച്ചിട്ട് ഇന്ന് ഞാൻ ഇവിടെ ഉമ്മ തരും അവിടെ ഉമ്മ തരും, ഇതൊന്നല്ല. ഡയറക്ടർ പറയും ഇവിടെ കഴുത്ത് വെക്കണം, അവിടെ വെക്കണം, ഇങ്ങനെ ചെയ്യണം, ഈ ആംഗിളാണ്, അങ്ങനെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഷൂട്ടിംഗ് സമയത്ത് എറോട്ടിസം എന്ന് വരും? ഒന്നും വരില്ല. ഈ എറോട്ടിസമിന്റെ വരെ വരില്ല. ഒരു ജോബ് പോലെ. ജോബ് ഒരു എല്ലാം ആക്ടിങ് ഈസ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ ടു കട്ട്, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തില്ല. ഒരു ആർട്ടിസ്റ്റും അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കില്ല. അതിൻ്റെ സത്യം പറഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഐ വാസ് വെരി ക്ലിയർ. എനിക്ക് എൻ്റെ ഇൻഡസ്ട്രീൻ്റെ ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല.
ഇതുകൊണ്ടോ? അല്ല, ആ. ഇതല്ല. Okay. അപ്പൊ എനിക്ക് റൊമാൻസ് ഉണ്ടായിട്ടില്ല. ഓക്കെ ഞാൻ പറയണ അങ്ങനെ. ഓക്കെ വിത്ത് ഇൻഡസ്ട്രി പീപ്പിൾ. ആ നൈസ്. ആ നമുക്ക് റൊമാൻസ് എപ്പോഴാണ് ഉണ്ടാവുക? വെൻ ഐ വോണ്ട് ടു ഗെറ്റ് മാരിഡ് ടു സംബഡി. അത് നടക്കില്ല. എനിക്കറിയാം നമ്മളുടെ ഇൻഡസ്ട്രീൻ്റെ പ്ലസ്സസ് ആൻഡ് മൈനസ്. ഒരേ സമയത്ത് രണ്ടുപേരും ഒരു ഔട്ട്ഡോർ പോയി ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പിന്നെ ഫാമിലി ലൈഫ് ഇല്ല. ഓക്കെ ഓക്കെ യുനോ യു അണ്ടർസ്റ്റാൻഡ്. സോ അതുകൊണ്ട് നമുക്ക് ആ ആക്ഷൻ ആൻഡ് കട്ടിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു. ദാറ്റ് ഹാസ് നത്തിങ് ടു നമ്മുടെ റിയാലിറ്റിയിൽ അതൊന്നുമില്ല. ദർ ഇസ് നോ സ്റ്റാർട്ട് ക്യാമറ ആൻഡ് ദർ ഇസ് നോ കട്ട് ഇൻ റിയൽ ലൈഫ്. സിനിമയിൽ നമുക്കതാണ്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ഇത്രയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ആ ക്യാരക്ടറിന് വേണ്ടി. ഇറോട്ടിസം ദാറ്റ് മച്ച്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ ലെസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് മലയാളത്തിൽ ആര് ചെയ്യും? ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് എന്നുള്ള കൊറിയൻ സിനിമയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇതാര് ചെയ്യും നമ്മൾ ആലോചിക്കും. പലരുടെ പേര് വന്നാൽ ഇവരൊന്നും ചെയ്യില്ല. ചിലപ്പോൾ അവരുടെ ഇമേജിനെ ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള ഫിലിമോഗ്രഫിയെ ബാധിക്കും. ശ്വേതാ മേനോൻ എന്നാണ് പലപ്പോഴും പേര് ഓർമ്മ വരിക നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആലോചിക്കുമ്പോൾ. ഇതൊരു ഞാനായിട്ടുള്ള ഒരു വൺ പീസ് ഓപ്ഷൻ അങ്ങനെ ആലോചിക്കാറുണ്ടോ ശ്വേതാ മേനോൻ സ്വയം? അല്ലല്ലല്ല, ഞാനില്ല. ഡു യു സീ ദാറ്റ് ആസ് എ പ്രിവിലേജ്? അങ്ങനെ ഉണ്ടോ? എടുക്കോ? നോ 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 നോ. അത് സി പീപ്പിൾ തിങ്ക് ഇപ്പോൾ എനിക്ക് എങ്ങനെ ക്യാരക്ടർ എന്ത് ചെയ്യണം എന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കാം? ഞാനല്ലല്ലോ. എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹാൻഡ് മെയ്ഡ് പോലെ ഒരു സിനിമ എൻ്റെ അടുത്ത് വന്നാൽ വൈ ഷുഡ് ഐ സേ നോ? പക്ഷെ അത് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഡയറക്ടർ അല്ലേ, ആടെ കഴിവല്ലേ. മനസ്സിലായോ? എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് നെഗറ്റീവ് അല്ലാതെ എനിക്ക് പോസിറ്റീവ്, ഇറോട്ടിസം അല്ലാതെ പാവപ്പെട്ട എന്ത് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഈ ടൂൾ ആരുടെ കയ്യിലാണ്? ഡയറക്ടറിൻ്റെ കയ്യാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഞാൻ എറോട്ടിസം അങ്ങനെയല്ലല്ലോ. ആ ക്യാരക്ടറിന് എറോട്ടിസം ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ജങ്കാറാണ് ഈ വർഷത്തെ. അതിലൊരു എറോട്ടിസം പക്ഷെ ഞാൻ ഉറപ്പായിട്ട് അടുത്ത് ഇറോട്ടിസം ചെയ്യും. ഇതൊരു ഇൻസ്പിറേഷൻ അല്ലേ? ചെയ്യണം. വിഷ്ണു ഡയറക്ട് ചെയ്താൽ മാത്രം. അടുത്ത പടം വിഷ്ണു ഡയറക്ഷൻ, ശ്വേതാ മേനൻ, ഇറോട്ടിസം. ഗേൾസ് പെർസ്പെക്റ്റീവിൽ ഒരു ഇറോട്ടിക് പടം ചെയ്യാം. പക്ഷെ നല്ല ഹീറോ എല്ലാം വേണേ. അത് എന്റെ ഡിമാൻഡാണ്. നമുക്ക് ആരെ പിടിക്കാം? ആരെ പിടിക്കേ? കാസ്റ്റ് ചെയ്യണം. പിടിക്കാൻ പോവാണ്. അയ്യേ. ഡ്രീം ബോയ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ കാലഘട്ടത്തും? എന്തിനു ഡ്രീം ബോയ്? ഐ മീൻ നമുക്കൊരു ആളുണ്ടാവില്ലേ ലുക്കപ്പ് ചെയ്യുന്ന? I have had my 2 affairs and third I got married. So why should I dream about somebody when I have What one? did you learn from those broken relationships? That they were broken. Why? Should I learn something? പക്ഷേ because of that I am what I am today. Nice. You hate them? No, I am still friends with them. ഒരാളില്ല. One passed away, one is there. ജങ്കാറ് ആയില്ല, അവർ രണ്ടുപേരും ഇല്ല. അതെനിക്ക് മനസ്സിലായി. ബാക്കി രണ്ടുപേരുണ്ട്, അപ്പാനി ശരത്തൻ ശബരീഷ്. അവരായിട്ട് നമുക്ക് റൊമാൻസ് ചെയ്യാൻ ഒരു ഏരിയ ഇല്ലല്ലോ അല്ലെ പടത്തില്? അങ്ങനെ ആലോചിക്കരുത് മോനെ, എല്ലാം ജൂലൈ 4 അറിയല്ലോ. അങ്ങനെ പറയരുത്. മല്ലി എന്ന ക്യാരക്ടർ എന്ത് വേണമെങ്കിൽ ചെയ്യും. കയത്തില് അവരെ പോലെ എന്ത് എക്സ്റ്റന്റ് വേണമെങ്കിൽ അതെന്തിനാ അങ്ങനെ കയം വിട്ടു? ഇത് വേറെ മല്ലി. എന്ത് മീൻസും സ്വീകരിക്കുന്നതാണ് പറയണത്. അങ്ങനെ പറയാം. മല്ലി ഒരു സ്ട്രോങ് ആയ ക്യാരക്ടറാണ്. 36 പ്രാവശ്യം തീരുമാനിച്ചാൽ അപ്പടി എനിക്ക് ദുർഗാഷ്ടമി. കുറെ കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടില്ലേ? ഞാൻ എനിക്ക് കോംപ്ലക്സ്. ഇപ്പൊ ഒഴിമുറിയിലെ ക്യാരക്ടറൊക്കെ എടുത്താൽ അവര് ആദ്യം മനസ്സിലൊന്ന് ചിന്തിക്കും. പോലീസ് സ്റ്റേഷൻ സീക്വൻസിലൊക്കെ ആ നടന്നു വരുന്ന സമയത്ത് അവരൊരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് ചെയ്യുന്നത് വേറെ. ഭയങ്കര കോംപ്ലക്സ്, മീനിങ് വേറെ. ഇറ്റ്സ് വെരി അണ്ടർറേറ്റഡ് പെർഫോമൻസ് ഓഫ് യൂസ്. ആസ് എ പേഴ്സൺ എങ്ങനെയാ ശരിക്കും മനസ്സിൽ എന്താണോ ചെയ്യണത് അത് തന്നെയാണോ മുഖത്ത് വരിക? അതോ ആളുകൾക്ക് അനുസരിച്ചിട്ട് സന്തോഷം ഒക്കെ ഫേക്ക് ചെയ്യാൻ പറ്റുമോ? നോ 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 വിഷ്ണു, ഐ എം എ വെരി ട്രാൻസ്പെറൻറ്റ് ചൈൽഡ്. ബിക്കോസ് ഞാൻ ഒറ്റ കുട്ടിയായതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് എ വെരി കോംപ്ലെക്സ്. മൈ പേരൻസ് വേർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ സംസാരിക്കാനുള്ള എനിക്ക് ഒരു സിബ്ലിംഗ് മിസ് ചെയ്തോ എന്ന് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല ചില സമയത്ത്, അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. അതുണ്ട്. പക്ഷെ അതെല്ലാം നികത്തിയത് എൻ്റെ പേരൻസ് ആണ്. മൈ അച്ഛൻ വാസ് ലൈക്ക് എ ബഡി. പക്ഷെ അതേ സമയത്ത് അത്ര തന്നെ സ്ട്രിക്റ്റായി വളർത്തിയ ഒരാളാണ്. പ്രോഗ്രസീവ്, അഗൈൻ വെരി സ്ട്രിക്റ്റ് മാൻ.
അടി കിട്ടിയിട്ടുണ്ട്, നല്ല അടി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെതായ സമയത്ത് കിട്ടിയിട്ടുണ്ട്. സോ ഐ ഹാവ് ബീൻ ഗിവൻ ലോട്ട് ഓഫ് ഫ്രീഡം. പക്ഷെ അതേ സമയത്ത് പ്രിൻസിപ്പളിൻ്റെ അപ്പുറത്ത് കളിക്കാൻ അലൗഡ് അല്ലായിരുന്നു. സോ അതുതന്നെയാണ് ആ മോട്ടോ. അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. മോളെ അതുതന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. യു ഹാവ് ടു ഹാവ് എ പ്രിൻസിപ്പിൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. ഞാൻ ഭയങ്കര കർമ്മ വിശ്വാസിയാണ്. ഐ ബിലീവ് ഇൻ ഡൂയിങ് ഗുഡ് കർമാസ്, ഓൺലി ഗുഡ് വിൽ ഹാപ്പൻ. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ അറിയോ അറിയാതെ ഒരു മോശമായ കർമ്മ ചെയ്യില്ല. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പിന്നെന്താ വേണ്ടത്? ഈ ചോയ്സ് കൊണ്ട്, സിനിമയുടെ ചോയ്സ് കൊണ്ട് പുറത്താളുകൾ ജഡ്ജ് ചെയ്യുമ്പോൾ അതിനെ ഈ മെച്യൂർഡ് ആറ്റിറ്റ്യൂഡിൽ എടുക്കായിരുന്നു. മെച്യൂർഡ് ആറ്റിറ്റ്യൂഡ് തന്നെ എടുക്കായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ കമന്റ്സ് നെഗറ്റീവ് എല്ലാം വായിക്കുമ്പോൾ ഇപ്പോഴല്ല ഞാൻ 20s ബോളിവുഡിൽ പോയിട്ട് ഡാൻസ് നമ്പർ ഒക്കെ ചെയ്യാം. അതൊരു ഒരു സാധ്യത പോലെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. അതിനെങ്ങനെയാ മാനേജ് ചെയ്തത്? അഗെയിൻ ഞാൻ പറയുന്നത്, ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ മിസ് ഇന്ത്യ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബോളിവുഡിൽ പോണത്. ഐറ്റം നമ്പേഴ്സ് ചെയ്യണോ സിനിമ ചെയ്യണോ അതൊക്കെ എൻ്റെ തീരുമാനമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. അതൊന്നും നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അല്ലല്ല, എനിക്ക് എൻ്റെ അച്ഛനമ്മേനെ പോറ്റാനൊന്നുമില്ല. എൻ്റെ അച്ഛൻ വാസ് എൻ എക്സ് സർവീസ്മാൻ. ആ മൂപ്പർക്ക് നല്ല പെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഐ കം ഫ്രം എ വെരി ഗുഡ് ഫാമിലി. അപ്പോൾ എനിക്ക് അവരെ നോക്കാനൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന കാശല്ല, ഞാൻ എൻ്റെ മുകളിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സും നമ്മളെല്ലാം മറ്റേ ട്രാവൽ എന്നോ. സോ കുറേ ട്രാവൽ ചെയ്തു. കുറേ എന്താ പറയുക, കുറേ പ്ലേസ് എല്ലാം കാണാറുണ്ടായിരുന്നു. നമ്മളുടെ നോ ഐ ഡോണ്ട് ഡ്രിങ്ക്. സോ നോ ഐ ലവ് ലൈഫ്. ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം, ഞാൻ ഇതിനു മുമ്പേ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഞാൻ എൻ്റെതായ ലോസിൽ പോയ ആളാണ്. അങ്ങനെയല്ല ദാറ്റ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ലോസിൽ പോയിട്ടുണ്ട്. ആ ലോന്ന് പൊങ്ങിയ ഒരാളാണ്. സ്പിരിച്വാലിറ്റിയിൽ കയറി അത് കഴിഞ്ഞ് ആ രീതിയിൽ ദിസ് ഇസ് എ കൾട്ടിവേറ്റഡ് പേഴ്സണാലിറ്റിയാണ് എൻ്റെ ഇപ്പോഴത്തെ. ബ്രിക്ക് ബൈ ബ്രിക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വ്യക്തി ആയിട്ടല്ല. ഐ ഹവ് ഗോൺ ത്രൂ മൈ ലോസ് ആൻഡ് ഐ ഹവ് അണ്ടർസ്റ്റുഡ് എന്താണ് റോക്ക് ബോട്ടമിലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ബൗൺസ് ബാക്ക് ആയത്. അപ്പോഴാണ് മനസ്സിലായത് ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അതിന് പോസിറ്റീവായിട്ട് എടുത്താൽ തിങ്സ് ആർ മച്ച് ബെറ്റർ. അപ്പോൾ കുറേ ആൾക്കാർ കുറയും. നമ്മുടെ ഡ്രോയിങ് റൂം ആദ്യം ഭയങ്കര നിറഞ്ഞിട്ടായിരിക്കുക. പിന്നെ മെല്ലെ മെല്ലെ അതിങ്ങനെ കുഴഞ്ഞു കുറച്ച് ആൾക്കാർ. ആ കുറച്ച് ആൾക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. നമുക്ക് കുറേ ഉണ്ടാവുമ്പോഴാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലൈഫ് ആവുക. ലെസ് ഇസ് ബ്യൂട്ടിഫുൾ ഓൾവേസ്. എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ള ഒരു സമയം ഉണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. ഒന്നും പറയാതെ എല്ലാം പറയാൻ പറ്റുക, അതാണ് ഏറ്റവും പ്ലസ് ഉണ്ടാവുക. അങ്ങനത്തെ ആളുകളെയും കിട്ടും. അത് ആലോചിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. മാനിഫെസ്റ്റ്. യു ബിലീവ് ഇൻ മാനിഫെസ്റ്റിംഗ്? ഓഫ് കോഴ്സ് ഐ മാനിഫെസ്റ്റ്. ഏറ്റവും വലുതായിട്ട് അങ്ങനെ കിട്ടിയൊരു ആഗ്രഹം മാനിഫെസ്റ്റ്? മോള്. ഐ വാണ്ടഡ് എ ഡോട്ടർ, ഐ ഗോട്ട് എ ഡോട്ടർ. I wanted a husband who was a good human being. I got my husband. You adore after a failed marriage. What point did you believe or you thought നമുക്ക് ഫെയിലിയേഴ്സിനെ പറ്റി സംസാരിക്കാം? I can talk any day. അത് അങ്ങനെ എല്ലാ ആളുകളും വോക്കലാവില്ലല്ലോ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ്. എന്തിന്? അവര് പാവാത്തോണ്ട് അവർക്ക് ഞാൻ എന്ത് ചെയ്യും? I believe in saying that I am a human being. എനിക്ക് തെറ്റ് ചെയ്യാനുള്ള ഫുൾ ലൈസൻസ് ഉണ്ട്. പക്ഷെ അതിന് ഓവ് ചെയ്യാനും ഒരാളാണ്. ഐ അക്സെപ്റ്റ് മൈ ഫോൾട്ട്സ്. മനസ്സിലായോ? ബിക്കോസ് നമ്മൾ തെറ്റ് ചെയ്താലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ജനിക്കുമ്പോ ബുദ്ധി ആയ ഒരാളല്ലല്ലോ നമ്മൾ ആവുക. ഓരോരോ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. സോ ഐ കെയിം ഫ്രം എ വെരി ഫുൾ ഡ്രോയിങ് റൂം. Now I have very few people to sit on my drawing room. Now I have a big hall, but I have a very minimal seats. Nice. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ക്രിയേറ്റീവ് ആണോ എങ്ങനെ അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അന്ന് അത് ഭയങ്കര പുതിയ കാര്യമാണ്. ദാറ്റ് യു മെയ്ഡ് യുവർ ഹസ്ബൻഡ് കട്ട് ദ അംബിലിക്കൽ കോർഡ്. അല്ല, ചെയ്തില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, കുട്ടീനെ എടുത്ത് ഇങ്ങനെ മേലെ വെക്കണം. ഉണ്ടായി കഴിഞ്ഞിട്ട് കുട്ടീനെ മേലെ വെക്കണം. അത് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ഡോക്ടറുടെ അടുത്ത്.
ഇതൊക്കെ അതിനെ ആലോചിച്ചെടുത്തതാണോ അതൊക്കെ? ഐ എൻജോയ്ഡ്. എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മൊമെൻ്റ് ആയിരുന്നു എൻ്റെ പ്രഗ്നൻസി. ഐ എൻജോയ്ഡ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ജാസ്റ്റ് റിയാലിറ്റി ഷോവും മൂവീസും ചെയ്തതാണ്, ഷോസ് ചെയ്തതാണ്, ഡാൻസ് ഷോസ് ചെയ്തതാണ്. ആ വയറ് വെച്ചിട്ട് ഐ തിങ്ക് ഐ വാസ് സോ ഫോർ ഇറ്റ്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത മൊമെൻ്റാണ് പ്രഗ്നൻസി. ഞാൻ തോട്ട് വന്നത് കുട്ടിയെ എടുത്ത് ഇങ്ങനെ വെക്കാം, അപ്പൊ ഹസ്ബൻഡ് വന്നത് കട്ട് ചെയ്യട്ടെ, അതൊക്കെ എങ്ങനെ അത് ഇമാജിൻ ചെയ്തത്? അത് എനിക്ക് തോന്നി, എനിക്ക് ആ ഒരു ലൈഫ് എൻ്റെ വയറിൻ്റെ മുകളിൽ, എൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ വെക്കണം. അവളിങ്ങനെ ഇളകി ഓ എന്ന് ചെയ്തപ്പോൾ ഞാൻ ഓഹോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. അത് അമ്മമാർക്ക് മനസ്സിലാക്കാം. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് അമ്മമാർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അംബിക്കൽ കോട ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ ഇത്ര ദൂരവും നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീ പറയാണ് അവിടുന്ന് ഇവിടെ എത്താൻ എനിക്ക് പറ്റിയില്ല. ആ ഒരു എന്തോ മുപ്പര് അങ്ങനെ സ്തംഭിച്ചു പോയി, യുനോ, സ്റ്റക്കായി പോയി, യുനോ. ബട്ട് ഐ വാണ്ടഡ് ഹിം ടു കട്ട് ദം. എത്ര പ്രാവശ്യം ഡോക്ടർ, ഞാൻ കേൾക്കുന്നുണ്ട് ഡോക്ടർ, ഞാൻ കണ്ണാ കം കട്ട് ഇറ്റ്. ശ്രീ ഒന്നുമില്ല. മോസ്റ്റ് സെലിബ്രിറ്റി മദർഹുഡ് അല്ലേ അത്? ഐ ഡോണ്ട് നോ അബൌട്ട് മോർ, ഐ എൻജോയ്ഡ് ഇറ്റ്. അല്ലല്ല, യൂട്യൂബിനൊക്കെ മുമ്പ് കേട്ടോ, യൂട്യൂബ് വന്നപ്പോ യൂട്യൂബ് എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോ എല്ലാരും പ്രസവിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളും. കളിയാക്കിയ ആൾക്കാർ വരെ അവര് വരെ ഇന്ന് എല്ലാം യൂട്യൂബിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും നമ്മൾ ഐറണി ഒന്നുമല്ല. എനിക്ക് ഏറ്റവും കർമ്മ എക്സാക്ട്ലി. ഞാൻ ഏറ്റവും പറയുന്നത്, നമുക്ക് ഒരാളെ കളിയാക്കാൻ ഭയങ്കര ഈസിയാണ്, ഒരാളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ ലൈഫ് വിൽ ബ്രിങ് യു ബാക്ക് ദെയർ. അപ്പോൾ എന്ത് ചെയ്യും? അതാണ് ഞാൻ കണ്ട ഒരു ജീവിതത്തിലൊരു പാഠം. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് എനിബഡി. വൺ ഡേ ഐ ക്യാൻ ബി ദെയർ, യു ക്യാൻ ബി ഹിയർ. പറയാൻ പറ്റുമോ? മേ ബി ദൈവം സഹായിച്ച് വിഷ്ണു വലിയൊരു ബോളിവുഡ് സ്റ്റാറായ ഫസ്റ്റോ ബെസ്റ്റോ ഫസ്റ്റ് അല്ല, നല്ല നടക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. എന്തേ എനിക്ക് സ്റ്റാർ ആവണ്ട, അതാവണ്ട, അത് നിങ്ങൾക്ക് ആവണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ട ഒരു വിഷ്ണു മഞ്ചോന്റെ ഇപ്പൊ അദ്ദേഹത്തിന്റെ സമയം കേമ. അല്ലല്ല, വിഷ്ണു മഞ്ചു നല്ല ആക്ടറാ. വിഷ്ണു കേട്ടാ, ഞാൻ മര്യാദക്കാ പറഞ്ഞു. പുള്ളിക്ക് മലയാളം അറിയില്ല. ശ്വേതമേനോൻ സ്ത്രീകളെ പറ്റിയിട്ട് ആണുങ്ങൾ അറിയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ശ്വേതമേനോൻ എന്താ പറയാനുള്ളത്? ഡോണ്ട് ടേക്ക് us lightly. We will bounce back. ഈസി ആയിട്ട് എടുക്കരുത്, ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. Yeah. Every dog has its day എന്ന് പറഞ്ഞ പോലെ. അത് ആണുങ്ങൾക്കല്ല, ഇറ്റ്സ് ഫോർ വിമൻ ഓൾസോ. ഇപ്പോൾ സ്ത്രീകളും അത്ര തന്നെ ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് ഇപ്പോൾ. Men or women who is more toxic in a relationship? It depends. Person to person. Yeah. അതിന് ജെൻഡർ ഇല്ല. ടോക്സിക് ഹാസ് നോ ജെൻഡർ. ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആരെയും? ടോക്സിക് ആയിട്ടുള്ള ട്രാൻസ്ഫോം ചെയ്യാൻ നിന്നിട്ടുണ്ടോ? അത് അയാളെ വിട്ടിട്ടാണോ ഇപ്പോൾ നിൽക്കുന്നത്? ഇല്ല. ഞാൻ ഒരാളെയും അതില്ല. ഞാൻ എത്രയോ റിയാലിറ്റി ഷോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ടോക്സിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ ഫ്യൂച്ചറിൽ തെളിവായിട്ട് വന്നിട്ടുണ്ട്. വൺ ഓഫ് ദ കണ്ടസ്റ്റന്റ് ഇസ് ഇൻ ദ ജയിൽ നൗ. അന്ന് നമുക്കറിയാം ഗ്രീൻ ഫ്ലാഗും അല്ല, അത് ദാറ്റ്സ് ബിക്കോസ് നമുക്ക് ഒരാളുടെ റിയാക്ഷൻ വെച്ചിട്ട് മനസ്സിലാക്കാമല്ലോ. യുനോ. ഓക്കെ ഫൈൻ. എന്താ ഓട്ടോബയോഗ്രഫിക്ക് ടൈറ്റിൽ കൊടുക്കുക? എന്റെയോ? സ്റ്റോറി ഓഫ് എ ഗോ ഗെറ്റർ എന്ന് കൊടുക്കട്ടെ. ആലോചിച്ചു മെസ്സേജ് അയക്കാം. അങ്ങനൊന്നും പറ്റില്ല, അതിനുള്ള നേരമൊന്നുമില്ല. അനശ്വരം. ഓക്കെ, അനശ്വരത്തില് ഫാന്റസി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും കോണ്ടന്റ്? ഫാന്റസി. അത് പറ. ഫാന്റസി ഞാൻ പറഞ്ഞതല്ലേ ടൈറ്റില്, കോണ്ടന്റ് പറ. ഫാന്റസി ഉണ്ടാവും. നല്ല മറ്റേ നമ്മൾ പറയില്ലേ, ചില ആണുങ്ങളുടെ പറ്റി ആലോചിക്കും, ആണിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകണ ആലോചിക്കും, അല്ലാതെ സെൽഫ് സോളോ ട്രിപ്പിന് പോകാൻ ആലോചിക്കും. ഫാന്റസി എന്ന് പറഞ്ഞാൽ എത്ര സാധനങ്ങളുണ്ട്. നല്ല മസാജ് കിട്ടാനുള്ള ഒരു നല്ല സ്ഥലത്ത് പോകാൻ നോക്കും. പിന്നെ കുറെ പൈസ ഫാന്റസി ചെയ്യും, പിന്നെ റിവൈൻഡ് ചെയ്യാൻ നോക്കും. അതാണ് ഫാന്റസി.
റിവൈൻഡ് അത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല. ഞാൻ റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും റീലിവ് ചെയ്യാൻ നോക്കും. സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് എന്താ? നോ സീക്രട്ട്. ഉണ്ട്, എനിക്കറിയാം. സ്പിരിച്വാലിറ്റി. ഐ ബിലീവ് ഇൻ പവർ. ഐ പ്രേ. അങ്ങനെ അതുകൊണ്ട് അമ്പലത്തിൽ പോയി ഇരുന്ന് വചനം കീർത്തനം ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഐ ബിലീവ് ഇൻ മൈ ഗോഡ്. ഐ ബിലീവ് ഇൻ മൈ മദർ. ഐ ബിലീവ് ഇൻ മൈ അച്ഛൻ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഗോഡ് മൈ അച്ഛൻ. മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? നല്ല എണ്ണ തേച്ച് കുളിക്കും. സ്പിരിച്വലായിട്ട് പറ. അത് എണ്ണ തേച്ച് കുളിക്കാൻ എന്താ സ്പിരിച്വൽ? അല്ല, അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം. സ്പിരിച്വലായിട്ട് പറ, താത്വികമായിട്ട് പറ. മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യും? അമ്പലത്തിൽ പോവും. അല്ലാതെ എൻ്റെ കുറച്ച് സ്പിരിച്വൽ ആൾക്കാരുണ്ട്, അവരെ ഇരുന്ന് വിളിച്ച് സംസാരിക്കും. ജസ്റ്റ് ടോക്കിംഗ് ഓൺലി ഹീൽസ്. നെവർ കീപ്പ് എനിത്തിങ്. എപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ സ്ലേറ്റ് പോലെ ക്ലീൻ ആണ്. വൈറ്റ് ബോർഡ് അല്ലെ ബ്ലാക്ക് ബോർഡ് ആയിട്ട്. അല്ലാതെ കാര്യം എന്താ? അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കാര്യം എന്താ? അതുപോലെ ആയിരിക്കണം മനസ്സുറങ്ങും. പിന്നെ രാവിലെ നീട്ടിട്ട് വീണ്ടും എന്തെങ്കിലും ആയ കുശുമ്പ് ഉണ്ടായ രാത്രി ഡസ്റ്റ് എടുത്തോ. ടുമോറോ another day. നൈസ്. താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. ജംഗർ റിലീസ് ആവുന്നു. അതെ. പ്രൊട്ടഗോണിസ്റ്റ്. എൻ്റെ ജീവിതത്തിൽ ലൈഫ് വാസ് ലൈക്ക് എ ജംഗാർ. Today I am in a big ship. That's how I would like to say. And July 4th, Jangar, and the tagline ആണ് every person has a foe behind them. And that is the actually mantra of every human being. And that is my life mantra, your life mantra. എല്ലാ ഈ ഇൻ്റർവ്യൂ കാണുന്ന എല്ലാവരും അവരെല്ലാവരുടെ ജീവിതത്തിൽ ഒരു behind there is a person for them and there is one person for them. Yes. Enemy for them. ഈ രണ്ടാളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. അതെ, മനസ്സിലായോ? എല്ലാം നല്ല ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ പറ്റി ആരെയും കുറ്റം പറഞ്ഞാലാണ് നമ്മൾ വളരുക, അല്ലേ? കായ്ക്കുന്ന മാവിന്റെ മുകളിൽ എല്ലാ ആൾക്കാർ കല്ല്. ആ ഒരു കോൺസെപ്റ്റാണ് ജങ്കാർ. ഒരു തുരുത്തിൽ നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം. അവിടെ കുറച്ച് ആൾക്കാർ വരുന്നു, എന്തൊക്കെയോ നടക്കും. ആ ഒരു ഇതിലാണ് ദ ഹോൾ തിങ്. അപ്പോൾ നോക്കുമ്പോൾ അതെന്താണ് ആ ഒരു മിസ്റ്ററി, സർവൈവൽ. നമ്മൾ പറയില്ലേ ലൈഫിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അതാണ് ആ സിനിമേൻ്റെ. സോ സർവൈവലിൽ എങ്ങനെ അത് ആ ഒരു സസ്പെൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ജങ്കാർ. റിട്ടൺ ബൈ ആർ ഡയറക്ടർ മനോജ് ടി യാദവ്, പ്രൊഡ്യൂസർ MC ബാബുരാജ് ഏട്ടൻ. ആൻഡ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഐ വോണ്ട് സേ ഹീറോ ഹീറോയിൻ. ഇറ്റ്സ് എ ക്യാരക്ടർ ഓറിയന്റഡ് സിനിമ. തിയേറ്ററിൽ പോയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസിൽ കണ്ടാൽ മാത്രമേ ഇതിൽ ആണും പെണ്ണും ഒരേ ഈക്വൽ പ്ലാറ്ററിലാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആണ് ഇസ് ലൈക്ക് ഡോമിനേറ്റിംഗ് വുമൻ, അങ്ങനെയല്ല. എവ്രിബഡി ഈസ് ഈക്വൽ. Everybody is grey. Nice. Grey, white and black. Looking forward for the film. Thank you. See you at movies. Yes, please. കാണുക, അഭിപ്രായം പറയുക. വീണ്ടും നമ്മൾ ഇൻ്റർവ്യൂ വരാൻ റെഡിയാണ്. അപ്പോൾ ഫോർ ദ സക്സസ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെഷൻ? നിങ്ങൾ പറയൂ. നിങ്ങൾ ആദ്യമായിട്ടല്ലേ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക്? എൻ്റെ ആദ്യത്തെ ചോദ്യം, ശ്വേത മേനൻ എന്ന വ്യക്തിനെ പറ്റി ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? പോപ്പ് കൾച്ചർ ഐക്കണാ ശ്വേത മേനൻ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം രതി നിർവേദം എടുത്ത് റീമേക്ക് ചെയ്യുന്നു. ചെയ്തു വെച്ചൊരു വർക്കല്ലേ അത്, പിന്നെ എടുക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരാള്. അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം കൊണ്ട് ആ കോണ്ടത്തിന്റെ ആഡ് ചെയ്തതെന്ന് ഭയങ്കര ചിരിച്ചു പറയാൻ പറ്റുന്ന ഒരാള്. ഇപ്പോൾ എന്താ പറയാ, കുട്ടിയെ കൊണ്ടുവന്നാൽ കുട്ടിയുടെ സ്വകാര്യതയെ ബാധിക്കുന്നു പറയുമ്പോൾ അത് കുട്ടി വളർന്നു വലുതായിട്ട് കുട്ടി പറയട്ടെ എന്ന് പറയുന്ന പോലത്തെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാള്. എനിക്ക് എപ്പോഴും ആ ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു ആസ് എ പേഴ്സൺ ശ്വേത മേനോനോട്. കുറച്ചൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റി തോന്നുന്നു. ആ ഏരിയ ഒക്കെ കുറേ കൂടി പറ്റും നമ്മളെ ഭാവി കാണുമ്പോൾ. അതൊക്കെ എനിക്ക് നടന്നു. ആൻഡ് ഇറ്റ് ഈസ് എ ഫാൻ ബോയ് മൊമെന്റ്. താങ്ക് യു. സോ അതൊക്കെ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? വെറുതെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടല്ലല്ലോ. So I don't lie to you, I don't lie to myself. Thank you for the time. Thank you, Vishnu. Thank you. Thank you.